Assalamualaikum. Welcome to Zahrabanu Cooking and Tips. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ കുറുമ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പൊട്ടാറ്റോ ക്യൂബായിട്ടാണ് നമുക്ക് മുറിക്കേണ്ടത്. അതുപോലെ തന്നെ ക്യാരറ്റും ക്യൂബായിട്ട് നമുക്ക് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഓണിയനും സ്ലൈസായി കട്ട് ചെയ്യാതെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് വേണ്ടത് പട്ടാണി കടലയാണ്. ഇത് ഹാഫ് വേവാണ്. ഇത് ആദ്യം കുക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾസ് എല്ലാം വേവ് കൂടും. പട്ടാണി കടലയ്ക്ക് അനുസരിച്ച് കൂടുതൽ വിസിൽ ഇട്ടേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഒരു ഹാഫ് വേവിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തു. ഒരു 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ്. അതുപോലെ തന്നെ നമുക്കൊന്ന് ആവശ്യമുള്ളതാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ പട്ടാണിക്കടല ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇവയെല്ലാം ജസ്റ്റ് ഒന്ന് അതിൽ മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും മതി. വെള്ളം കൂടിയാൽ നമുക്കത് കുറുമായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു വിസിൽ മതി. കാരണം ഇവിടെ പട്ടാണിക്കടല ആദ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ മതി. ഇനി ഇതിലേക്കുള്ള അരവ് റെഡിയാക്കാം. തേങ്ങ 1 കപ്പ്, കറിവേപ്പില, അതുപോലെ വെളുത്തുള്ളി 3 അല്ലി, ചെറിയ ഉള്ളി 1 എണ്ണം, പിന്നെ ചെറിയ ജീരകം. ഇതെല്ലാം അരച്ചെടുക്കണം. നല്ല അരവ് വേണം. എന്നിട്ടാണ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ടാവും. ഒരു വിസിൽ മാത്രമേ പാടുള്ളൂ കേട്ടോ. കാരണം അത് വെന്തുടഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലപോലെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഉണ്ടോ വെജിറ്റബിൾസ് കണ്ടോ ഉടഞ്ഞിട്ടേ ഇല്ല. ഒരു വിസിൽ മാത്രം മതി വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. സ്റ്റൗ ഒന്ന് ഓണാക്കിയിടുക. കാരണം അത് തേങ്ങ ഇതിൽ വെന്തിട്ടില്ല. ഇതിൽ കൂടുതൽ വെള്ളം ആവരുത്, ഇതിൽ കുറച്ചും വെള്ളം ആവരുത്. കാരണം അത് ഇതിൽ കൂടിയാൽ കുറുമായി കിട്ടില്ല. പിന്നെ ഇത് കുറഞ്ഞാൽ ഇത് വല്ലാതൊരു കുഴമ്പ് രൂപത്തിലായിരിക്കും തണുത്ത് വരുമ്പോൾ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറുമയിലൊക്കെ നമ്മൾ കാര്യമായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കുരുമുളക് പൊടി. അപ്പോൾ എന്തായാലും കുരുമുളക് പൊടി ഇടണം. ഇപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കാരണം കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ എരിവ് പെട്ടെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കുറുമയിലൊക്കെ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു ടീസ്പൂണാണ് സോയാ സോസ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത്രയും മതി. എന്നിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിച്ചു വയ്ക്കാം. കടുകും കറിവേപ്പിലയും പൊട്ടിച്ചു വെച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെജിറ്റബിൾ കുറുമ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പൂരിയൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.